ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് മുട്ട ബുർജിയാണ് ഉണ്ടാക്കുന്നത്. ചോറിന് സ്പെഷ്യലാണ് കേട്ടോ. ഇതിൻ്റെ വേറെ കറിയും കാര്യമൊന്നും വേണ്ട, സിമ്പിൾ റെസിപ്പിയാണ്. ഇത് നിങ്ങൾ കഴിച്ചാൽ ഒറ്റ വട്ടം കഴിച്ച് പിന്നെ എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അത് നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ സബോള നന്നാക്കി വയ്ക്കുക, പിന്നെ വെളുത്തുള്ളി നന്നാക്കി വയ്ക്കുക. അത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ രണ്ടാളാണ് കഴിക്കുന്നത്, അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. ഒരു മുട്ടയുടെ കുറച്ചൊക്കെ ഉണ്ടാവും, നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, സബോള, പിന്നെ പച്ചമുളക്. അപ്പോൾ നമ്മളിവിടെ കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, പിന്നെ സബോള, മുട്ട റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയാണ് ഇത് നന്നാക്കാൻ വേണ്ടി എടുത്തത്. ഇഞ്ചി നന്നാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് ഒരു പച്ചമുളകാണ് നമ്മൾ എടുത്തേക്കുന്നത്, അത് നമ്മൾ ചെറുതായിട്ട് അരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മല്ലിയിലാണ് വേണ്ടത്. മല്ലിയിൽ കുറച്ച് ചേർത്ത ടേസ്റ്റും ഇതൊക്കെ കിട്ടും, സ്മെല്ലൊക്കെ. അപ്പോൾ അത് നമ്മളില്ല, മല്ലിയിൽ നിങ്ങളുടെ ചേർത്തോളൂ, ഇവിടെ ഇല്ലാത്ത കാരണം ചേർക്കാത്തത്. കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ടയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ ആദ്യം ചീഞ്ചട്ടിയിൽ ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. കുറച്ചെണ്ണ ഒഴിച്ചിട്ടോ കേട്ടോ. ഇനി നമ്മൾ കടുക് ഇടുക. നമ്മളിനി കുറച്ച് കടുക് ഇടണം കേട്ടോ. കടുക് ഇടുമ്പോൾ നീങ്ങിക്കണം, പൊട്ടി തെറിക്കും പെട്ടെന്ന്. ഇനി നമ്മൾ നന്നാക്കി വെച്ച വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ചോപ്പ് ചെയ്ത് നമ്മൾ സ്പൂണിൽ വെച്ചിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നിർത്താണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നന്നാക്കി വെച്ച പച്ചമുളക് ചേർക്കുക. ഇനി നമ്മൾ സബോള ഇടുക നന്നാക്കി വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ സ്മെല്ല് അങ്ങോട്ട് മൂക്കിൽ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി എടുക്കുക കേട്ടോ, നന്നായി. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ, അതല്ലെങ്കിൽ അടി പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് ലൈറ്റായിട്ട് വേണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് അത് നമ്മൾ ഇളക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച കരിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ സ്പൂൺ കൊണ്ട് നേരത്തെ പോലെ നന്നായിട്ട് ഇളക്കുക. ഇപ്പം നമ്മൾ സ്റ്റവ് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇടയ്ക്ക് മീഡിയം ആക്കണം കേട്ടോ, മീഡിയം ഡാർക്ക് ആക്കണം കേട്ടോ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മസാലപ്പൊടികൾ ഇടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ, നമ്മൾക്ക് ആ കളറും കായകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുട്ട ബുർജിക്ക്. ഒരു സ്പൂൺ നമുക്ക് ആ എരിവിനനുസരിച്ച് നമ്മളിപ്പോൾ കുറച്ച് എരിവ് കഴിക്കാനായിട്ട് ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, ഒരു സ്പൂണിൻ്റെ പകുതി നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ടേക്കേണ്ടത് കേട്ടോ, അര സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ട് കുഴപ്പമില്ല, ഫ്ലേവർ കൂടും, നമുക്ക് ടേസ്റ്റും കൂടും. ഇനി നമ്മളൊരു സ്പൂണിൻ്റെ പകുതി ഗരം മസാല ഇടുക കേട്ടോ. ഈ മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ കുറച്ചുകൂടിയും ഇതിനെ നമ്മുടെ മുട്ട ബുർജിക്ക് ടേസ്റ്റ് കുറച്ചുകൂടി കൂട്ടും, ഫ്ലേവറും ഇതൊക്കെ കൂട്ടും. ഇനി നമ്മൾ നന്നായി ഇളക്കി എടുക്കുക. മസാലയുടെ സ്മെല്ല് അങ്ങോട്ട് ഇപ്പം മൂക്കിൽ നന്നായിട്ട് അടിച്ചു കയറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്ക് കരിയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് കുറച്ചുകൂടി സിമ്മാ അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റവ് കത്തിക്കുക കേട്ടോ. ഇനി നമ്മൾ ഒരു മുട്ടയാണ് നമ്മൾ എടുത്തേക്കേണ്ടത് കേട്ടോ. നമ്മൾ 2 ആൾക്കാരാണ്, അപ്പോൾ ഒരു മുട്ട എടുത്തു. എന്നിട്ട് നമ്മൾ ചീഞ്ചട്ടിയിൽ പൊട്ടിച്ച് ഒഴിക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുട്ട ബുർജിയുടെ അതേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് നേരെ പെട്ടെന്ന് ഇളക്കിയ കൊത്തിപ്പൊരിയുടെ രൂപത്തിൽ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ നമുക്ക് കറക്റ്റ് മുട്ട ബുർജിയുടെ പെർഫെക്റ്റ് ഷേപ്പായി കിട്ടും കേട്ടോ. നമ്മൾ ചീകി എടുക്കണം, നല്ലത് മുട്ട ബുർജിയുടെ ഷേപ്പായി കറക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് മസാലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മുട്ടയിൽ ഇപ്പോൾ കളറും മസാലയുടെ കളറും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2 ആൾക്കാരുള്ള കാരണം മുട്ട ഇത്ര എടുത്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുട്ട എടുത്തോ കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. കണ്ട നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മുട്ടയുടെ. മുട്ടയുടെ മസാല പിടിക്കുമ്പോൾ നല്ല സ്മെല്ല് അത് വരുന്നുണ്ട്.
ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. നമ്മളിപ്പോ വെതറി ഇടാം കേട്ടോ ഉപ്പ്. നല്ല ഒക്കെ മുട്ടയിൽ ഫുള്ള് പിടിക്കണം. നമ്മൾ വെതറി ഇടാൻ ശ്രമിക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഉപ്പും അതൊക്കെ മസാലയൊക്കെ മുട്ടയിൽ പിടിക്കട്ടെ. ആ പോരായ്മ ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പ് വെതറി കൊടുക്കണം കേട്ടോ. നമ്മൾ 1 സ്പൂണ് കുരുമുളക് പൊടി ഇടാം കേട്ടോ. കുരുമുളക് പൊടിയും അതന്നെ ഇത് നല്ലതാണ്. ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇതാവും. ഇനി നമ്മൾ നന്നായി ഇളക്കുക കേട്ടോ. നമ്മളിനി ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് നമ്മുടെ മുട്ട ബുർജി ഏകദേശം ഈ രൂപത്തിലൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ മല്ലിയില ഇടേണ്ടത് ശരിക്കും മല്ലിയിലയുടെ ടേസ്റ്റും ഫ്ലേവറും സ്മെല്ലൊക്കെ ഭയങ്കര ടേസ്റ്റ് കിട്ടും. മെയിനായി മല്ലിയില. പക്ഷെ നമുക്ക് മല്ലിയില ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ മല്ലിയില മാക്സിമം ഇടാൻ ശ്രമിക്കുക കേട്ടോ. മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആവും നമ്മുടെ മുട്ട ബുർജിക്ക്. അപ്പോൾ നമ്മൾ മല്ലിയില ഇടാൻ നമ്മളിങ്ങനെ ഒരു രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് മുട്ട ബുർജി. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, ചിലർക്കൊക്കെ അറിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടി കാണിക്കാമെന്ന് വെച്ചത്. വേറെ കറിയും വേറെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുട്ട ബുർജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം ഉണ്ട്. പിന്നെ നമുക്ക് വേറെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് മുട്ട ബുർജി ടേസ്റ്റ് നോക്കാം. സൂപ്പർ. മസാലയും കളൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ സാമ്പാറുണ്ടെങ്കിൽ കൂടി സാമ്പാറിന് കുറച്ച് ഒരു തുള്ളി ലേശെടുത്തിട്ടുണ്ടോ, കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ തുള്ളി എടുത്തിട്ടുള്ളൂ. ബാക്കി മൊത്തം മുട്ട ബുർജിയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാതെ അറിയില്ല. ചിലർക്ക് മുട്ട കുത്തി പൊരിക്കണം. ഇങ്ങനത്തെ റെസിപ്പി കാണണം. കാരണം സൂപ്പറാണ്. വേറെ കറി വേറെ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്തിട്ടോ സജഷൻസ് കാണുന്നതൊക്കെ കുക്കിങ്ങിൻ്റെ നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ പറഞ്ഞിട്ട് ഓളം മത്തിയാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ബൈ.